ചേട്ടാ, UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതുമാത്രമല്ല, കേരളത്തിൽ ഒരുപാട് മാറാട് കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ? UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ കേരളത്തിൽ ഈ ന്യൂനപക്ഷ വർഗീയത അതിന്റെ ഏറ്റവും പാരമ്യതയിലെത്തുന്ന കാലഘട്ടമായിട്ടാണ് മുൻകാലങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം UDF മതന്യൂനപക്ഷ വർഗീയ ശക്തികളുമായിട്ട് സന്ധി ചേർന്നുകൊണ്ടാണ് എല്ലാ കാലത്തും ഭരിക്കാറുള്ളത്. പ്രത്യേകിച്ച് UDF-നെ നിയന്ത്രിക്കുന്നതും ഇപ്പോ ഒരു നിയന്ത്രണാധികാരമുള്ള ശക്തിയായി വളർന്നിട്ടുള്ളതും മുസ്ലിം ലീഗാണ്. ലീഗ് മാത്രമല്ല ഇപ്പോ UDF-നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു വശം. UDF-നെ നിയന്ത്രിക്കുന്ന ഒരു ബൗദ്ധിക ശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദ ശക്തികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ലീഗിനെ പോലും താത്വികമായി സ്വാധീനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് അണികൾ കുറവാണ്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികമായ സ്വാധീനം ലീഗിലടക്കമുള്ള അണികൾക്കുള്ളിലുണ്ട്, ലീഗിന്റെ നേതൃത്വത്തിന് പോലും ഉണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ ശക്തമായിട്ട് എതിർത്ത മുസ്ലിം ലീഗ് ഒരു മത തീവ്രവാദ സംഘടനയായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അല്ല, മുസ്ലിം ലീഗ് ഒരു മതവർഗീയ പ്രസ്ഥാനമാണ്. അതൊരു മത തീവ്രവാദ സംഘടനയാണ് എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നില്ലെങ്കിലും മത തീവ്രവാദത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിൽ ലീഗിനും വലിയ പങ്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 2003 മാറാട് കലാപം. മാറാട് ഏകപക്ഷീയമായിട്ട് 8 ഹിന്ദു മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സംഭവമാണ്. പക്ഷെ ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ലീഗ് നേതാക്കന്മാരുണ്ട്. ലീഗിന്റെ അക്കാലത്തെ കോഴിക്കോട്ടെ വലിയ നേതാവായിട്ടുള്ള മായിൻ ഹാജി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ ലീഗ് മാറാട് കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. മായിൻ ഹാജിക്ക് എതിരെ ജുഡീഷ്യൽ കമ്മീഷൻ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മായിൻ ഹാജിയെ പോലുള്ള ലീഗിന്റെ നേതാക്കന്മാർ മാറാട് കലാപത്തിന് നേതൃത്വം കൊടുത്തുവെന്നും കലാപകാരികൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും പലരെയും കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതിന്റെ ചരിത്രം ലീഗിനുണ്ട്. മാത്രമല്ല, UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് NDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പല കലാപങ്ങളിലും കേസിൽപ്പെട്ടവരെ ഒഴിവാക്കി കൊടുത്തത്, അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തത് ലീഗ് നേതാക്കന്മാരാണ് എന്ന് അക്കാലത്ത് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോ ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ ഭരണത്തിൽ മത തീവ്രവാദ ശക്തികൾക്ക് എല്ലാവിധ സഹായവും കിട്ടും, അവർക്ക് എല്ലാവിധ സംരക്ഷണവും കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വീണ്ടും മാറാടുകൾ ആവർത്തിക്കപ്പെടാൻ ഇടയുണ്ട് എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഒട്ടും തള്ളിക്കളയാവുന്ന കാര്യമല്ല. അത് തികച്ചും നമുക്ക് ആശങ്കപ്പെടാവുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാ കാലത്തും അത് ഇപ്പോ നമുക്കറിയാം, AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് മാറാട് കലാപം ഉണ്ടാവുന്നത്. AK ആന്റണിക്ക് പരസ്യമായിട്ട് AK ആന്റണിയുടെ മുഖ്യമന്ത്രി പദം പോലും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായത് AK ആന്റണിയുടെ പ്രസ്താവനയാണ്. AK ആന്റണിക്ക് പരസ്യമായിട്ടൊന്ന് പറയേണ്ടത് ന്യൂനപക്ഷ രാഷ്ട്രീയ ശക്തികൾ അവരുടെ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് സർക്കാരിനെ ഭീഷണിപ്പെടുത്തി അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചത് ശ്രീമാൻ AK ആന്റണിയാണ്. ആ കാര്യം തന്നെ പിന്നീട് വേറെ ഒരു രൂപത്തിലാണെങ്കിലും അച്യുതാനന്ദൻ 2010 പറയുകയുണ്ടായി. അപ്പോ കേരളത്തിൽ മതവർഗീയ ശക്തികൾക്ക് എല്ലാവിധ സഹായവും ഒത്താശയും ചെയ്തു കിട്ടും എന്നുള്ള ഒരു ധാർഷ്ട്യം ഇപ്പോ UDF-ൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുവരെ ലീഗ് നിശ്ചയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് UDF-നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. 20-22 സീറ്റുകൾ തങ്ങൾക്ക് കിട്ടുമെന്നും കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി, ചാലക ശക്തിയായി അല്ലെങ്കിൽ ഒരു നിയന്ത്രണ ശക്തിയായി തങ്ങൾക്ക് മാറാൻ കഴിയും എന്ന ഒരു വിശ്വാസം ലീഗിനുണ്ട്. ഇപ്പൊ ലീഗ് ഉപമുഖ്യമന്ത്രി പദമോ അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രി പദമോ ആവശ്യപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ നാളെ യാതൊരു സംശയം വേണ്ട, ലീഗ് ഉപമുഖ്യമന്ത്രി പദം നേടും. കാരണം സ്വാഭാവികമാണ്, സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് 5ാം മന്ത്രി സ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ നേടാൻ കഴിയും. അപ്പോ ഇത് ആസൂത്രിതമാണ്. മുസ്ലിം ലീഗിനെ ഒരു മതേതര സംഘടനയായിട്ട് കാണുന്നത്, സകലരും ഒരു മതേതര സംഘടനയായിട്ടാണ് മുസ്ലിം ലീഗിനെ വാഴ്ത്തിപ്പാടുന്നത്. അല്ല, അതിപ്പോ മുസ്ലിം ലീഗിനെ മാത്രമല്ലല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ മതേതര സംഘടനയായിട്ടല്ലേ കാണപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതായത് ഒരു ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിക്കുകയും ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം, ശരീഅത്ത് നിയമപ്രകാരമുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി
അത് മതേതര സംഘടനയായിട്ടല്ലേ UDF ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പരസ്യമായ സഖ്യത്തിന് പോലും തയ്യാറായില്ല. അപ്പൊ ലീഗിന്റെ കാര്യം പറയണം. അപ്പൊ അത് മാത്രമല്ല, ഇപ്പോ SDPIയുടെ പിന്തുണ പരസ്യമായിട്ട് വാങ്ങുന്നതിൽ LDF യാതൊരു മടിയുണ്ടായി. അപ്പോ ജമാഅത്ത് ഇസ്ലാമി UDFന്റെ കൂടെയും SDPI LDFന്റെ കൂടെയും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തില് സംഘടിത മതവർഗീയ ശക്തികളെ വെള്ളപൂശി അവരൊക്കെ മതേതരക്കാരാണ് എന്ന്. അപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് ആണ് മതേതര വോട്ട്, ഹിന്ദു വോട്ട് വർഗീയ വോട്ടാണ്. മുസ്ലിം വോട്ട് മതേതര വോട്ടും ഹിന്ദു വോട്ടും വർഗീയ വോട്ടും എന്ന ഒരു സമവാക്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഈ രണ്ട് മുന്നണികളും ചേർന്ന് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഹിന്ദു വോട്ട് മത വർഗീയ വോട്ടും മുസ്ലിം വോട്ട് മതേതര വോട്ടും എന്ന ഒരു സമവാക്യത്തിലേക്ക് നമ്മുടെ മുന്നണികൾ എത്തിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയെ വെള്ളപൂശി അതിനെ മതേതരത്വത്തിന്റെ മേലങ്കി അണിയിച്ച് ഹിന്ദു സംഘടനകളെയും ഹിന്ദു വോട്ടിനെയും ഒക്കെ വർഗീയ വോട്ടുകളായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ UDFന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഭരിക്കാൻ പോകുന്ന ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഇപ്പോ നിലവിൽ UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ മതവർഗീയ ശക്തികൾക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അതേപോലെ മതവർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടവുമാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. യാതൊരു സംശയവുമില്ല. ന്യൂനപക്ഷ വർഗീയതയുടെ വലിയൊരു വേലിയേറ്റം നമുക്ക് ഈ UDFന്റെ കാലത്ത് കാണാൻ സാധിക്കും. UDFന്റെ ഭരണം അങ്ങേയറ്റം സാമുദായിക വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്നത്, ന്യൂനപക്ഷ മതവർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണം ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ അസന്തുലിതാവസ്ഥ, മത സമൂഹങ്ങളിൽ ഇടയിലുള്ള അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ എങ്ങനെയാണ് ഹിന്ദു സമൂഹം ഇതിനെതിരെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, ഒരു 20% ഹിന്ദു വോട്ടുകൾ മാത്രമേ BJPക്ക് ലഭിക്കുന്നുള്ളൂ ഇപ്പോഴും. ഇതിനകത്ത് BJPക്ക് കിട്ടുന്ന വോട്ടിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഹിന്ദുക്കളുടെ സംഘടനാവസ്ഥയെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഹിന്ദുക്കൾ സംഘടിക്കേണ്ടത് തന്നെയാണ്. അതാണ് കേരളത്തിൽ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയമായ ശക്തിയായിട്ട് മാത്രം പോരാ. ആ രാഷ്ട്രീയ ശക്തി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഹിന്ദുക്കളുടെ അവകാശങ്ങളെയും അതുപോലെ ഹിന്ദുക്കളുടെ ന്യായമായ അവര് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഹിന്ദു സമൂഹം ഒരുമിച്ച് വരണം. എന്നാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ. അത് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ BJP ആകട്ടെ, അല്ലെങ്കിൽ CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഇന്ന് ലീഗ് അടക്കമുള്ള സംഘടനകളെ കാണുന്ന കാഴ്ചപ്പാടോടുകൂടി ഹിന്ദു സമൂഹത്തെ കാണും. ഇന്ന് വർഗീയമായിട്ട് മുദ്രകുത്തുന്നവര് നാളെ ഹിന്ദു സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോ ആ നിലയ്ക്ക് ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിന് അടിസ്ഥാനപരമായ കാര്യം. രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ഹിന്ദു സമൂഹം ഒരുമിച്ച് വരിക എന്നുള്ള ആ ഒരു പ്രവർത്തനം, ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാനുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം.